CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ നടക്കും. മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ നിയോജക മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് വയനാട് പാർലമെന്റ് മണ്ഡലം. ഈ മണ്ഡലങ്ങളിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി 85 ദിവസം പ്രായമായ കുട്ടി മരിച്ചു. പാലക്കാട് മുട്ടിക്കുളങ്ങര MS മൻസിലിൽ മജു ഫഹദ് ഹംന ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. കുട്ടിയുടെ ഉമ്മ വീടായ മണ്ണാർക്കാട് ചങ്ങലേരിയിലേക്ക് വന്നതായിരുന്നു ഇവർ. ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവത്തിൽ ഊട്ടുപുരയും സജീവം. ഓരോ ദിവസവും പ്രത്യേക പായസം ഉൾപ്പെടെയാണ് സദ്യയൊരുക്കുന്നത്. അധ്യാപക സംഘടനകളായ KPSTA, KSU എന്നിവർ സംയുക്തമായാണ് ഭക്ഷണ കമ്മിറ്റിക്ക് ചുക്കാൻ പിടിക്കുന്നത്. സ്വർണ്ണത്തിളക്കവുമായി 8ാം ക്ലാസ് വിദ്യാർത്ഥി സാകേത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഡിസ്കസ് ത്രോയിൽ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയ മത്സരാർത്ഥി കൂടിയാണ് ഈ 8ാം ക്ലാസ് വിദ്യാർത്ഥി. വയനാട് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ 13 മലപ്പുറം ജില്ലയിലെ ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ നിയോജക മണ്ഡലം പരിധിയിലുള്ള എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു. നിലമ്പൂർ മണ്ഡലത്തിൽ 29 പോളിംഗ് സ്റ്റേഷനുകളും വണ്ടൂർ മണ്ഡലത്തിൽ 212 പോളിംഗ് സ്റ്റേഷനുകളും ഏറനാട് മണ്ഡലത്തിൽ 174 പോളിംഗ് സ്റ്റേഷനുകളും, അങ്ങനെ മലപ്പുറം ജില്ലയിൽ 595 പോളിംഗ് സ്റ്റേഷനുകളിലേക്കാണ് ഈ ബൈപോളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 6,45,755 പേരാണ് ഇലക്ടറൽ റോളിലുള്ളത്. എല്ലാ സ്വകാര്യ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടിയ അവധി നൽകണം. ഇതുകൂടാതെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്, ചേലക്കര മണ്ഡലങ്ങളിൽ വോട്ടുള്ളവരും എന്നാൽ മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരുമായ എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഈ ദിവസം ശമ്പളത്തോടുകൂടിയ അവധിയായിരിക്കും. CCN മലപ്പുറം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ നടക്കും. മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ നിയോജക മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് വയനാട് പാർലമെന്റ് മണ്ഡലം. മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിലെ 6,45,755 പേരാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഇവരിൽ 3,20,214 പേർ പുരുഷന്മാരും 3,25,535 പേർ സ്ത്രീകളും 6 പേർ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരുമാണ്. വോട്ടെടുപ്പിനുള്ള മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. പുലർച്ചെ 5:30 മോക്ക് പോളിംഗ് ആരംഭിക്കും. വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ഏറനാട് നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ മഞ്ചേരി ചുള്ളക്കാട് GUP സ്കൂളിലും നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിലേത് നിലമ്പൂർ അമൽ കോളേജിലുമാണ് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തത്. വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രങ്ങളിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരികെ എത്തിക്കുക. തുടർന്ന് രാത്രിയോടെ തന്നെ നിലമ്പൂർ അമൽ കോളേജിലെ സ്ട്രോങ് റൂമുകളിലേക്കും മാറ്റും. CCN മലപ്പുറം. ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാടും ചേലക്കരയും UDF വിജയിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് പിന്നെ എന്താണ് ഇലക്ഷൻ റിസൾട്ട് എന്താവും ആരും ചോദിക്കുന്നതന്നെയില്ല. ഭൂരിപക്ഷം എത്രയാവും എന്നുള്ള ചോദ്യമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഭൂരിപക്ഷം റെക്കോർഡ് ഉണ്ടാവും എന്ന് തന്നെയാണ് വയനാടിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പാലക്കാടായില്ലല്ലോ, പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ച് വയനാട് പോലെ തന്നെ വലിയ ചോദ്യമൊന്നും ഇപ്പം ഇല്ല. UDF ജയിക്കും എന്നാണ്. ചേലക്കരയെക്കുറിച്ച് ആണുങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ ഇത്തവണ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല വോട്ടിന് ഞങ്ങൾ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ ധാരണ. ഈ ചേലക്കരയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അവസാനത്തിലേക്കൊക്കെ പോകുമ്പം ഇപ്പം ഇന്ന് PV അൻവറിൻ്റെ ഒരു ഷോയും അവിടെ പ്രതിഷേധമൊക്കെ ഉയർന്നുണ്ട് സമാന്തരമായിട്ട് അവിടെ.
ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ നിർണായകമാണെന്ന് പറയുന്നു. അല്ല, ഇപ്പോൾ UDFന്റെ വിജയത്തെ ഇപ്പോൾ ഇലക്ഷൻ പ്രചരണം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. ഒരു കാര്യവും UDFന്റെ വിജയത്തെ ഈ തവണ അതൊന്നും ബാധിക്കുകയില്ല എന്നാണ് ഞങ്ങളുടെ ഒരു പദ്ധതിയായി സർക്കാർ പ്രഖ്യാപിക്കുന്നത്. നേരത്തെ UDF ആലോചിച്ചൊരു പദ്ധതിയാണ്. പക്ഷെ ആ പദ്ധതി അല്ല ഇപ്പോൾ നടപ്പിലാക്കിയതെന്നാണ് മന്ത്രി പറയുന്നത്, റിയാസ് പറയുന്നത്. അല്ല, ഇത് ആളുകള് അത് കേട്ട് ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ വക്താക്കളൊക്കെ ഇത് ആ പദ്ധതിയല്ല, ഇത് വേറെ പദ്ധതിയാണെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയൊട്ടാകെ ഇപ്പോൾ സീപ്ലെയിൻ ഇപ്പോൾ ആന്ധ്രയിൽ പരീക്ഷ പറക്കൽ കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയൊട്ടാകെ സീപ്ലെയിൻ പദ്ധതി കുറച്ച് വിപുലമായി വരുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലും വന്നപ്പോൾ ഈ സീപ്ലെയിൻ പദ്ധതിയെ അവർ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ വളരെ തമാശ തോന്നുന്നുണ്ട്. കാരണം 10-12 വർഷം മുമ്പ് കേരളത്തിന് ഇതിന് ഇന്ത്യയിൽ ഒന്നാമതാകാമായിരുന്നു. CCN മണ്ണാർക്കാട്. ചകിരിയും ഉമിക്കരിയും ചാണകവും വരെ ഓൺലൈനായി ലഭ്യമാക്കുന്ന വിപണിയിൽ ഇതാ വാഴപ്പിണ്ടിയും. ഓൺലൈൻ വ്യാപാര ശൃംഖലയായ ഫ്ലിപ്കാർട്ടിലാണ് വാഴപ്പിണ്ടി വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത്. 500 ഗ്രാമിന്റെ ഒരു യൂണിറ്റിന് 37 രൂപയാണ് വില. ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് വിൽപ്പനയെന്നും പരസ്യത്തിലുണ്ട്. 250 രൂപയുടെ സാധനം 85% കിഴിവിലാണ് ഇപ്പോൾ വിൽക്കുന്നത്. ചില്ലറക്കാരനല്ല വാഴപ്പിണ്ടി. ഉയർന്ന അളവിലുള്ള ജലാംശം ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു, ഹൃദയാരോഗ്യത്തിന് അത്യുത്തമം, ഹൈഡ്രേഷൻ ലെവൽ വർദ്ധിപ്പിക്കുന്നു തുടങ്ങിയ ഗുണഗണങ്ങൾ ഇതിനുണ്ടെന്നാണ് വിവരണം. പച്ചക്കറിയുടെ കൂട്ടത്തിലുള്ള പിണ്ടി വിറ്റാൽ പിന്നീട് തിരിച്ചെടുക്കുകയുമില്ല. ഇപ്പം ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെറുതെ കിട്ടിയിരുന്നൊരു സാധനം, നമ്മുടെ അയൽവാസികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരുന്നൊരു സാധനമാണ് ഇപ്പോൾ ഓൺലൈൻ വഴിയൊക്കെ ഇത് വിൽപ്പന നടത്തുന്നുണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിലും ഇതിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു പീസിന് തന്നെ നല്ല റേറ്റാണ്. നമ്മൾ ജസ്റ്റ് ഒഴിവാക്കിയിരുന്നൊരു സാധനമാണ്, അതാണ് ഇപ്പോൾ ഉള്ളത്. CCN പെരിന്തൽമണ്ണ. ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവത്തിൽ ഊട്ടുപുരയും സജീവം. ഓരോ ദിവസവും പ്രത്യേക പായസം ഉൾപ്പെടെയാണ് സദ്യയൊരുക്കുന്നത്. അധ്യാപക സംഘടനകളായ KPSTA, KSTU എന്നിവർ സംയുക്തമായാണ് ഭക്ഷണ കമ്മിറ്റിക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇത് 5 ദിവസങ്ങളിലായിട്ടാണ്. അപ്പോൾ 5 ദിവസങ്ങളിലും 300ഓളം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ കൂടി ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടാണ്. 3000ഓളം ഒരേ സമയം 300 ആൾക്ക്, അങ്ങനെ ഒരു 3000ഓളം കുട്ടികളും ആളുകളും ഭക്ഷണം കഴിക്കും ഓരോ ദിവസവും. 5 ദിവസങ്ങളിലായിട്ടാണ് നടത്തുന്നത്. 5 ദിവസങ്ങളിലായി തൃക്കടേരി PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിൽ ഒരേ സമയം 300ഓളം പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. 5 ദിവസവും വ്യത്യസ്ത വിഭവങ്ങളും 5 ദിവസവും വ്യത്യസ്ത പായസവും ഒരുക്കുന്നുണ്ട്. 5 ദിവസവും വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ തന്നെയാണ്. ആദ്യത്തെ ദിവസം ചോറ്, സാമ്പാർ, തോരൻ, അച്ചാറ്, മസാലക്കറി, കൂട്ടുകറി, പിന്നെ പാലടപ്രഥമൻ, അങ്ങനെയായിരുന്നു. അതുപോലെ 5 ദിവസം വൈവിധ്യമാർന്നിട്ടുള്ള പായസമാണ്. 2-3 കറികളും ചോറും കറിയും ഉണ്ടാവും എല്ലാ ദിവസവും. 3000ഓളം പേർക്കുള്ള ഭക്ഷണ വിഭവങ്ങളാണ് ഒരു ദിവസം ഒരുക്കുന്നത്. സ്കൂൾ കലോത്സവങ്ങളിൽ സുപരിചിതനായ കൂടല്ലൂർ ദാസന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ഓരോ ദിവസത്തെ ഭക്ഷണം ഓരോരോ ആളുകളായിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൽ നാട്ടുകാർ, അതുപോലെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് നടത്തുന്ന ആളുകൾ, പൂർവ്വ വിദ്യാർത്ഥികളുടെ യൂണിയനുകൾ, അങ്ങനെ മാനേജ്മെൻറ്റ്, അങ്ങനെ പല രീതിയിൽ സ്കൂൾ മാനേജ്മെൻറ്റുകൾ പല രീതിയിൽ ഈ ഭക്ഷണം മുഴുവൻ 5 ദിവസത്തെ ഭക്ഷണവും സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ മനോഹരമായിട്ട് വേണ്ടതുപോലെ സദ്യ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാറക്കൽ സൈതലവി എന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഭക്ഷണപ്പുര സജ്ജീകരിച്ചിരിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും പരിപൂർണ സഹകരണം ലഭിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ പറയുന്നു. ഈ ഭക്ഷണ വിതരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ അധ്യാപക വിദ്യാർത്ഥികളായ കുട്ടികളാണ് സഹായിക്കുന്നത്. അതിൽ ഐഡിയൽ BEd കോളേജിലെ BEd വിദ്യാർത്ഥികളായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്ന് ഐഡിയൽ DLEd കുട്ടികളാണ് ഇന്നുള്ളത്. ഇനി LSN കോൺവെൻറ്റിലെ അധ്യാപക വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. NSS ട്രെയിനിങ് കോളേജിലെ കുട്ടികൾ വരുന്നുണ്ട്. അങ്ങനെ വളരെ നല്ല നിലയിൽ ചിട്ടയോടുകൂടി ആരെയും ഒരാളെ പോലും ക്യൂ നിർത്താതെ വളരെ നല്ല നിലയിൽ തന്നെ ഞങ്ങൾ ഈ ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട്. മാത്രമല്ല ഞങ്ങൾ ഈ കലോത്സവം അടുത്ത ദിവസങ്ങളായപ്പോഴേക്ക് വളരെ ആശങ്കയായിരുന്നു. തുലാവർഷം പെയ്ത് പോകുന്ന ആ സമയത്ത് നമ്മുടെ സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. ഈ സ്ഥലമാണ് ഈ അവസ്ഥയായിരുന്നു. അതൊക്കെ ഒരുക്കി വളരെ നല്ല നിലയിൽ തന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണം ഈ കലോത്സവത്തിനും ഭക്ഷണ കമ്മിറ്റിക്കും നിങ്ങളുടെയൊക്കെ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കും. അധ്യാപക സംഘടനകളായ
KSTA, KSTUവും സംയുക്തമായാണ് ഊട്ടുപുരയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്. കേരളത്തിലെ മികച്ച 2 അധ്യാപക സംഘടനകൾ KPSTയും KSTയും സംയുക്തമായിട്ടാണ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. ഞങ്ങളുടെ മികച്ച സാരഥികൾ തന്നെയാണ് ഇവിടെ ഇതിൻ്റെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് ജില്ലാതലം വരേക്കും സ്റ്റേറ്റ് തലം വരെയും പങ്കെടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ജില്ലാതലം വരെ ഈ കൂടല്ലൂർ ദാസേട്ടൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പല മേളകളിലും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡിനെ പറ്റിയിട്ട് നിങ്ങൾ കഴിച്ച നിങ്ങൾക്കും അഭിപ്രായം പറയാം. വളരെ നല്ല ഭക്ഷണമാണെന്നാണ് ഞങ്ങൾ മാത്രമല്ലോ സാക്ഷ്യപ്പെടുത്തേണ്ടത്, നിങ്ങളും കൂടിയാണ്. ഓരോ ദിവസവും ഇപ്പോൾ ഒന്നാമത്തേതായി ശനിയാഴ്ച പാലടയായിരുന്നു. നല്ല മികച്ച ഭക്ഷണം തന്നെ എല്ലാവരും പറഞ്ഞു, എല്ലാവരും കൈയടിച്ച് പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ നെയ്പായസമാണ് ഇന്ന് കൊടുക്കുന്നത്. ഓരോ ദിവസവും കുഞ്ഞുമുഹമ്മദ് മാഷ് പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസവും സ്പോൺസർ ചെയ്യാൻ ഇവിടെ ആളുകളുടെ തിരക്കാണ്. കാരണം ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ചുറ്റുപാടും ഒരുപാട് ആളുകളുണ്ട്. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടുത്തെ അധ്യാപകരുടെ വളരെ അടുത്ത സുഹൃത്തുക്കളും അവരുടെ കുടുംബാംഗങ്ങളടക്കം പിന്നെ മാനേജർമാരുടെ ആൾക്കാരും ഇതിൽ വളരെ സജീവമാണ്. മാനേജർമാരുടെ സംഘടനകളൊക്കെ ഇപ്പോൾ ഇന്നത്തെ ഒരു പായസം മാനേജർമാരാണ് ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും മാത്രമല്ല ഇതൊരു നാടിൻ്റെ മേളയായിട്ട് ഒരു ആഘോഷമായിട്ട് ഇവിടുത്തെ ജനങ്ങളെ നെഞ്ചേറ്റിയിട്ടുണ്ട്. അത് നമുക്ക് നല്ലൊരു അഭിപ്രായമാണ്. കാരണം 2013 ഇതേ സ്ഥലത്ത് നടന്ന അതിൻ്റെ ഡബിള് ആയിട്ടാണ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടുത്തെ അധ്യാപകർ അതിന് ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള അധ്യാപകരുടെ ഒരു ടീമും ഇവിടെയുണ്ട്. CCN ചെറുപ്പുളശ്ശേരി. സ്വർണ്ണ തിളക്കവുമായി 8ാം ക്ലാസ് വിദ്യാർത്ഥി സാകിദ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഡിസ്കസ് ത്രോയിൽ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയ മത്സരാർത്ഥി കൂടിയാണ് ഈ 8ാം ക്ലാസ് വിദ്യാർത്ഥി. കടമ്പഴിപ്പുറം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകൃഷ്ണപുരം പാലക്കാട് 33.82 മീറ്റർ. കളിക്കാരെ അനുമോദിച്ചത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ജീവൻ ബാബു, മാനേജിംഗ് ഡയറക്ടർ കേരള വാട്ടർ അതോറിറ്റി. സാറാണ് ഈ മേളയുടെ പൂർണ്ണ ചുമതല വഹിക്കുന്ന ആൾ. സാറിന്റെ ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ് കേദാരം വീട്ടിലെ കല്ലേക്കാട് എയർ ക്യാമ്പ് സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാറിന്റെയും കടമ്പഴിപ്പുറം സർക്കാർ UP സ്കൂളിലെ അധ്യാപിക ശ്രീജയുടെയും 2ാമത്തെ മകനാണ് സാകേത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാടിനു വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയിരിക്കുകയാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് കായിക താരം സാകേത്. ഇതേ സ്കൂളിലെ +2 വിദ്യാർത്ഥിയും കായിക താരവുമായ ഏക സഹോദരൻ ശ്രാവൺ VK ആണ് സാകേതിന്റെ പ്രചോദനം. വളരെ കടുപ്പായിരുന്നു. ഫസ്റ്റ് 5 ഏറിൽ ഞാൻ 33 മീറ്റർ എറിഞ്ഞിരുന്നു. ഫസ്റ്റ് 5 ഏറിൽ ഞാൻ സെക്കൻഡുമായിട്ട് 2 മീറ്റർ ലീഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ 6ാമത്തെ ഏറിൽ 2ാം സ്ഥാനത്ത് എന്നേക്കാൾ ഞാൻ എറിഞ്ഞതിനേക്കാൾ ഒരു 30 സെന്റിമീറ്ററോളം അധികം 33.40 എറിഞ്ഞു. അപ്പോൾ ഞാൻ അതിലൊരു സർവ്വശക്തി എടുത്തിട്ട് ഒരു 33.82 എത്തിച്ചു. അങ്ങനെയാണ് ജയിച്ചത്. കായിക അധ്യാപകരായ രോഷൻ സുരേഷ് എന്നിവരുടെ പരിശീലനവും അച്ഛൻ വിനോദ് കുമാറിന്റെ ചിട്ടയായ പരിശീലനവും സാകേതിന്റെ ഈ വിജയത്തിന് പിന്നിലുണ്ട്. പഠിത്തത്തിനോടൊപ്പം തന്നെ കായിക രംഗത്തും വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും 2 മക്കളും തങ്ങൾക്ക് അഭിമാനമാണെന്നും അധ്യാപികയും സാകേതിന്റെ അമ്മയുമായ ശ്രീജ പറയുന്നു. അവൻ്റെ ഏട്ടനാണ് ശ്രാവൺ. അവൻ ഇതേമാതിരി ഷോർട്ടും ഡിസ്കൊക്കെ എറിഞ്ഞത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് അവൻ എറിഞ്ഞതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അതേമാതിരി സ്കൂൾ തലത്തിൽ ഞങ്ങളുടെ കടമ്പഴിപ്പുറം GFP സ്കൂളിൽ അവൻ സബ് ജൂനിയർ വിഭാഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഷോർട്ടും ഡിസ്കിനും കിട്ടി. പക്ഷേ ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയത് ഡിസ്കസിന് മാത്രമായിരുന്നു. അപ്പോൾ പക്ഷേ അവിടെ അത് അവൻ്റെ അത്ര പ്രകടനം കാഴ്ചവെക്കാൻ അവന് കഴിഞ്ഞില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞ വർഷം അതേമാതിരി സ്കൂളിൽ ഷീനമാഷ്, പിന്നെ അവൻ്റെ തന്നെ വലിയച്ഛൻ രാജുവേട്ടൻ, പിന്നെ അവരൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് അവൻ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വർഷം മുഴുവനും വെക്കേഷനിലൊക്കെ അവൻ അത് നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതവനെ ഈ വിജയത്തിലേക്ക് എത്തിച്ച്. സംസ്ഥാന കായിക മത്സരത്തിൽ പങ്കെടുക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല. അതുപോലെ തന്നെയാണ് സ്വർണം നേടുക എന്നതും. ഇതിൽ അഭിമാനമുണ്ടെന്ന് സഹോദരൻ ശ്രാവൺ പറഞ്ഞു. എന്നാലും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റില് ഗോൾഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ലല്ലോ. ഞാൻ ഡിസ്ട്രിക്ട് മീറ്റിൽ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. എനിക്കറിയായിരുന്നു എന്താണ് കോമ്പറ്റീഷൻ എന്നുള്ളത്. സോ ആ ഒരു കോമ്പറ്റീഷനെല്ലാം ഓവർകം ചെയ്തവൻ സ്റ്റേറ്റിൽ ഗോൾഡ് ചെയ്യുക പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. എനിക്ക് നല്ല അഭിമാനമൊക്കെ തോന്നുന്നു.
സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാടിനു വേണ്ടി ഡിസ്കസ് ത്രോയിൽ സബ് ജൂനിയർ വിഭാഗത്തിലാണ് സ്വർണം നേടി സാകേത് സ്കൂളിനും നാടിനും അഭിമാനമായിരിക്കുന്നത്. CCN കടമ്പഴിപ്പുറം. ചെർപ്പുളശ്ശേരി 4162 നമ്പർ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ഗുരുദേവ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ഗുരുമന്ദിരത്തിൽ കഴിഞ്ഞ വർഷം പ്രതിഷ്ഠിച്ച ശ്രീനാരായണ ഗുരുദേവ പ്രതിമയുടെ പ്രതിഷ്ഠാ ദിനമാണ് ആചരിച്ചത്. ക്ഷേത്രം തന്ത്രി കുളപ്പുള്ളി പറക്കുട്ടിക്കാവ് മേൽശാന്തി സുപേഷ് നേതൃത്വം നൽകി. രാവിലെ 5:30 ഗണപതി ഹോമം, 6 മണിക്ക് ഉഷപൂജ, 8 മണിക്ക് പന്തിരടി പൂജ, 9 മണിക്ക് നവകലശ പൂജ, 10 മണിക്ക് ബ്രഹ്മകലശ പൂജ, ഉച്ചപൂജ എന്നിവ നടന്നു. പ്രസിഡന്റ് കരിപ്പാടത്ത് രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് വിജയൻ കാഞ്ഞിരത്തിങ്കൽ, സെക്രട്ടറി പീതാംബരൻ സ്രാമ്പിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു മന്ദിരം കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഉദ്ഘാടനം ചെയ്തത് പ്രതിഷ്ഠ നടത്തി അതിനോടനുബന്ധമായിട്ട് ഗുരുവിനെ ആരാധിച്ചു വരുന്നു. ഇപ്പം അതിൻ്റെ 1ാമത്തെ പ്രതിഷ്ഠാദിനമാണ്. കഴിഞ്ഞ വർഷം പ്രതിഷ്ഠിച്ച അതിൻ്റെ 1ാമത്തെ പ്രതിഷ്ഠാദിനം ഇന്ന് പൂർണ്ണமான ദിവസമാണ്. ഇന്ന് ഗുരുവിന് വേണ്ടി വിശേഷാൽ അഷ്ടദ്രവ്യങ്ങളുടെ ഗണപതി ഹോമങ്ങളും അതുപോലെ പുഷ്പകലശാഭിഷേകങ്ങളൊക്കെ കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒരു വർഷം കൊണ്ട് ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഗുരുമണ്ഡപം അതിവിപുലമായ രീതിയിൽ ആചാരത്തോടുകൂടി ഭക്തിയോടുകൂടി എല്ലാവരും കൂടി കൊണ്ടാടുന്നതാണ്. ഒരു പ്രാർത്ഥിക്കാൻ ഈ ഈശ്വരവിശ്വാസമുള്ള എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാൻ, ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനാലയമായി നമ്മളിവിടെ ഗുരുവിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. യോഗം ഡയറക്ടർ ബോർഡ് അംഗം സതീശൻ ചിറ്റാനിപ്പാറ ഗുരുദേവ പ്രദക്ഷിണവും, യോഗം കൗൺസിലർ ചോലക്കൽ ശ്രീകുമാർ ആശംസകളും, വനിതാ സംഘം പ്രസിഡന്റ് രാധാബായി നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രസാദോട്ടും നടന്നു. നിരവധി ശ്രീനാരായണ ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. പക്ഷി നിരീക്ഷണത്തിനായും ശാസ്ത്രീയ ഗവേഷണത്തിനായും ജീവിതം സമർപ്പിച്ച ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. വർഷങ്ങളായി പക്ഷികളെക്കുറിച്ച് പഠിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന അലനല്ലൂരിലെ യഹ്യ ഹാറൂണിനെ പരിചയപ്പെടാം. കരിങ്കല്ലത്താണി മാണിക്യപ്പറമ്പ് സർക്കാർ ഹൈസ്കൂളിൽ നിന്നും വിരമിച്ച കോട്ടപ്പറമ്പിൽ യഹ്യ ഹാറൂണാണ് ഒഴിവു സമയങ്ങൾ പക്ഷിയോടൊപ്പം ചെലവഴിച്ച് വിശ്രമജീവിതം മുന്നോട്ട് നയിക്കുന്നത്. പക്ഷികളെ നിരീക്ഷിക്കാനുള്ള ബൈനോക്കുലറും പക്ഷികളെപ്പറ്റി പഠിക്കാനുള്ള പുസ്തകങ്ങളും കൈവശമുണ്ട്. പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പുഴ, സൈലന്റ് വാലി, നെല്ലിയാമ്പതി തുടങ്ങിയ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്താറുമുണ്ട്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിവിധ വിദ്യാലയങ്ങളിൽ അധ്യാപകനായി ജോലി ചെയ്യവേ 2021 അദ്ദേഹം വിരമിച്ചത്. 2019 പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള വിനോദത്തിലേക്ക് തിരിഞ്ഞത്. പക്ഷി നിരീക്ഷണത്തിലൂടെ ഒരുപാട് പക്ഷികളെക്കുറിച്ച് പഠിക്കുവാനും അറിയുവാനും അതുപോലെ അന്യം നിന്നുപോയ പല പക്ഷികളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാനുമൊക്കെ സാധിക്കുന്നതായി യഹ്യ ഹാറൂൺ പറയുന്നു. പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത് ഇന്ന് പലപ്പോഴും പലരും മറന്നുപോയി, പക്ഷികളെ സംരക്ഷിക്കുന്നതിലൊക്കെ മറന്നുപോയ അവസ്ഥയാണുള്ളത്. പക്ഷി നിരീക്ഷണത്തിലൂടെ നമുക്ക് ഒരുപാട് പക്ഷികളെ പഠിക്കുന്നതിനും അതോടൊപ്പം നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന പക്ഷികളെക്കുറിച്ചുള്ള ഒരു അറിവ് കിട്ടുന്നതിനും നല്ലതാണ്. ഞാൻ ഏകദേശം 5 വർഷമായി പക്ഷി നിരീക്ഷണം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സൈലന്റ് വാലി, കാഞ്ഞിരപ്പുഴ അതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ പക്ഷി നിരീക്ഷണത്തിന് പോകാറുണ്ട്. അതുപോലെ തന്നെ ഈ പക്ഷി നിരീക്ഷണത്തിൽ പുതിയ പുതിയ അറിവുകൾ കണ്ടെത്തുന്നതിന് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും കൊണ്ട് പുതിയ അറിവ് കണ്ടെത്താൻ പ്രയത്നിക്കാറുണ്ട്.
പക്ഷികളെ തിരിച്ചറിയുന്നതിന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും അതിന് ആവശ്യമായ മെർലിൻ ആപ്പിൽ നോക്കിയാണ് പക്ഷി ഏതാണെന്ന് കണ്ടെത്തുന്നത്. നൂതന സംവിധാനം വന്നതോടുകൂടി പക്ഷി നിരീക്ഷണം കൂടുതൽ എളുപ്പമായെന്ന് അദ്ദേഹം പറയുന്നു. നമ്മളൊരു പക്ഷിയെ കണ്ടെത്തിയാൽ അത് ഏതാണെന്ന് തിരിച്ചറിയാൻ പ്രയാസം നേരിട്ടാൽ ബുക്ക് വഴി റെഫർ ചെയ്തോ അതല്ലെങ്കിൽ മെർലിൻ ആപ്പ് എന്ന് പറയുന്ന ആപ്പ് വഴി അവരുടെ സൗണ്ട് ഐഡിയോ അതല്ലെങ്കിൽ പിക്ചറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സംവിധാനം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പക്ഷി നിരീക്ഷണം വളരെ എളുപ്പമായി തോന്നുന്നുണ്ട്. വിദ്യാലയങ്ങളിലെ പരിസ്ഥിതി ക്ലബിലെ പ്രവർത്തകർ പക്ഷി നിരീക്ഷണം കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കിയാൽ പുതിയ തലമുറയിലെ കുട്ടികൾക്കും പക്ഷികളെ കൂടുതൽ നിരീക്ഷിക്കാനും അവയെപ്പറ്റി പഠിക്കാനും സംരക്ഷിക്കണമെന്നുള്ള ആവശ്യകതയും കൂടി വരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷികളെ നിരീക്ഷിക്കുകയും പരിചരിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ട ദിനമാണ് പക്ഷി നിരീക്ഷണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാനും സമീപത്തെ വിദ്യാലയത്തിലെ അധ്യാപകർ വിളിക്കാറുണ്ടെന്നും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാറുണ്ടെന്നും യഹിയ ഹാറൂൺ കൂട്ടിച്ചേർത്തു. CCN ചത്തല്ലൂർ. തടഞ്ഞുവച്ച ആനുകൂല്യങ്ങൾ ഉടൻ നൽകണമെന്ന് KSSPA സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തച്ചനാട്ടുകര മണ്ഡലം സമ്മേളനം ചത്തല്ലൂർ സ്കൂളിൽ വെച്ച് നടന്നു. സമ്മേളനം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 2011 ഭരണം ആരംഭിച്ച് 16 വരെ 5 വർഷക്കാലം ഓരോ കൊല്ലവും ജനുവരിയിലും ജൂലൈയിലും ജനുവരി 5 കൊല്ലക്കാലങ്ങളായി ഭരിച്ചപ്പോൾ 10 തവണ ക്ഷാമാശ്വാസം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൂടാതെ അതിന് തൊട്ട് മുൻപ് ഭരിച്ചിറങ്ങിപ്പോയ VS അച്യുതാനന്ദൻ ബാക്കി വെച്ച ഒരു ഗഡു ക്ഷാമാശ്വാസം ഉൾപ്പെടെ 11 ഗഡുവാണ് അന്ന് നമുക്ക് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയത്. കൃത്യമായി 72 സീറ്റ് കൊണ്ട് അധികാരം നിലനിർത്താൻ യാതൊരു വിഷമവുമില്ലാതെ 5 കൊല്ലം വളരെ ഈ സമൂഹത്തിലെ ജനവിഭാഗങ്ങൾ എല്ലാവരും സംതൃപ്തരാക്കിക്കൊണ്ട് ഇവിടെയാണ് സമരത്തിന് പോംവഴി എന്ന് ഇടതുപക്ഷം വളരെ കൂലങ്കഷമായി നോക്കി നിൽക്കുന്ന സമയത്ത് മണ്ഡലം പ്രസിഡന്റ് O ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. 2019 മുതൽ ലഭിക്കേണ്ട 1 ഗഡു പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും 2 ഗഡു ക്ഷാമാശ്വാസ കുടിശ്ശികയും കൂടാതെ ലഭിക്കാനുള്ള 22% ക്ഷാമാശ്വാസവും ഉടൻ ലഭിക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. KSSPA നിയോജകമണ്ഡലം സെക്രട്ടറി VD മണികണ്ഠൻ, മണ്ഡലം ട്രഷറർ KP ശശിധരൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീധരനുണ്ണി അമ്പലത്ത്, മണ്ഡലം സെക്രട്ടറി K ശ്രീകുമാർ, നിയോജകമണ്ഡലം പ്രസിഡന്റ് KP മോഹനകുമാർ, ജോയിന്റ് സെക്രട്ടറി K ശിവദാസൻ, K രവീന്ദ്രൻ, അരിയൂർ ഗോവിന്ദൻകുട്ടി, തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P കൃഷ്ണദാസ്, മുൻ തച്ചനാട്ടുകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V രാമൻകുട്ടി ഗുപ്തൻ, വനിതാ ഫോറം രക്ഷാധികാരി ശാന്ത, നിയോജകമണ്ഡലം വനിതാ ഫോറം സെക്രട്ടറി ജ്ഞാനാംബിക തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണത്ത് മോഹനന്റെ ചികിത്സാനിധിയിലേക്കുള്ള ഫണ്ട് VT മണികണ്ഠൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസിനെ കൈമാറി. CCN ചത്തല്ലൂർ. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി 85 ദിവസം പ്രായമായ കുട്ടി മരിച്ചു. പാലക്കാട് മുട്ടിക്കുളങ്ങര MS മൻസിലിൽ മജു ഫഹദ് ഹംന ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. കുട്ടിയുടെ ഉമ്മ വീടായ മണ്ണാർക്കാട് ചങ്ങലീരിലേക്ക് വന്നതായിരുന്നു ഇവർ. ചൊവ്വാഴ്ച രാവിലെ 6:15 സംഭവം. ദമ്പതികൾക്ക് ഇരട്ടക്കുട്ടികളാണ്. രാവിലെ മുലപ്പാൽ കൊടുത്ത് കുട്ടിയെ ഉറക്കി കിടത്തിയിരുന്നു. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ കുട്ടി അനക്കമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത്. ഉടൻ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരിച്ചിരുന്നതായി പരിശോധിച്ച ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇരട്ടക്കുട്ടികളിലെ ആൺകുട്ടിയാണ് മരിച്ചത്. CCN മണ്ണാർക്കാട്. അച്ചടക്ക ലംഘനത്തെ തുടർന്ന് മണ്ണാർക്കാട് കുമരംപുത്തൂർ വാളിയാടി ബ്രാഞ്ചിലെ സെക്രട്ടറി കൂടിയായിരുന്ന വാളിയാടി മുഹമ്മദ് ബഷീർ എന്ന ബച്ചുവിനെ CPM പുറത്താക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് പുറത്താക്കിയത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്യുന്നതായും A കുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന കുമരംപുത്തൂർ ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചതായി സെക്രട്ടറി ഐലക്കര മുഹമ്മദ് അലി അറിയിച്ചു. CPMൽ നിന്നും പുറത്താക്കിയതോടെ ബഷീർ മുസ്ലിം ലീഗിൽ ചേർന്നു. CCN മണ്ണാർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ നടക്കും. മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ നിയോജക മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് വയനാട് പാർലമെന്റ് മണ്ഡലം. ഈ മണ്ഡലങ്ങളിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു.
മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി 85 ദിവസം പ്രായമായ കുട്ടി മരിച്ചു. പാലക്കാട് മുട്ടിക്കുളങ്ങര MS മൻസിലിൽ മജു ഫഹദ് ഹംന ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. കുട്ടിയുടെ ഉമ്മ വീടായ മണ്ണാർക്കാട് ചങ്ങലേരിയിലേക്ക് വന്നതായിരുന്നു ഇവർ. ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവത്തിൽ ഊട്ടുപുരയും സജീവം. ഓരോ ദിവസവും പ്രത്യേക പായസം ഉൾപ്പെടെയാണ് സദ്യയൊരുക്കുന്നത്. അധ്യാപക സംഘടനകളായ KPSTA, KSTU എന്നിവർ സംയുക്തമായാണ് ഭക്ഷണ കമ്മിറ്റിക്ക് ചുക്കാൻ പിടിക്കുന്നത്. സ്വർണ്ണത്തിളക്കവുമായി 8ാം ക്ലാസ് വിദ്യാർത്ഥി സാകേത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഡിസ്കസ് ത്രോയിൽ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയ മത്സരാർത്ഥി കൂടിയാണ് ഈ 8ാം ക്ലാസ് വിദ്യാർത്ഥി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്, മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.